ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി കേട്ടോ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. കുറേ നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആയിട്ടുണ്ടാവും, ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിന് മേലെയൊക്കെ ആയിട്ടുണ്ടാവും. എന്നോട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ലോങ് വീഡിയോസ് കാണുന്നില്ല, ഷോർട്ടും കാണുന്നില്ല, യൂട്യൂബ് നിർത്തിപ്പോയോ, എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഷോർട്ടൊക്കെ നമ്മുടെ സമയത്തിനനുസരിച്ചൊക്കെ ഷോർട്ട് ഇടുന്നുണ്ട്. പിന്നെ ലോങ് വീഡിയോസ് നമുക്ക് കയ്യിൽ കിട്ടിയത് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം വന്നതിനാൽ എനിക്ക് പിന്നെ എഡിറ്റ് ചെയ്യാനും അത് ഇടാനും ഒന്നുള്ള ഒരിത് തോന്നിയില്ല. അതാണ് സത്യമായ കാര്യം. പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, ഡെസ്പായി പോകേണ്ട ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ പൂർവാധികം ശക്തിയോട് കൂടി ഇനിയും പഴയ പോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് തിരിച്ചു വരും. ഞാൻ ഒരു എന്താ പറയുക, ഒരു സാധാരണക്കാരി വീട്ടമ്മയാണ്. എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ സംഘത്തിനെയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിനെയോ അതിലെ വ്യക്തികളെയോ ഒന്നും ഞാൻ നമ്മുടെ വീഡിയോയിൽ പരാമർശിക്കുന്നില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഞാൻ പോയി ഷൂട്ട് ചെയ്ത് ഞാൻ പോകുന്നതൊക്കെ എൻ്റെ സ്വന്തം, അതായത് എൻ്റെ ഹസ്ബൻഡും മക്കളും ഒക്കെ തരുന്ന പൈസ കൊണ്ടാണ് ട്രാവൽ ചെയ്ത് എന്താ പറയുക, നമ്മൾ പറയില്ലേ തെണ്ടിത്തിരങ്ങുന്നത്, അതേപോലെ അവിടെ ചെന്ന് അവരുടെ ഇഷ്ടത്തിന് നിന്ന് അത് ഷൂട്ട് ചെയ്ത് പിന്നെ വന്നിട്ട് നമ്മളത് രാത്രിക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിർത്തിപ്പോയിക്കൂടെയെന്ന്. അതല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അവിടെ ചെന്ന് എൻ്റെ ഇതിൽ ആദ്യമായ അനുഭവം, ഒരു ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ടൂ വീലറിൽ കയറി പോകാം. പക്ഷേ ഞാൻ ബസ്സിന് പോയി. അവിടെ നിന്ന് ഉൾഗ്രാമങ്ങളാണെങ്കിൽ അവിടേക്ക് പിന്നെ ഓട്ടോ വിളിച്ച് അങ്ങനെയൊക്കെ നമ്മൾ കുറേ റിസ്ക് എടുത്ത് പോയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. പിന്നെ എഡിറ്റിങ്ങിൽ ഞാൻ എന്താ പറയുക, എഡിറ്റിംഗ് മന്നെന്ന് പറഞ്ഞാൽ ഞാനൊരു മന്നത്തിയൊന്നുമല്ല. എൻ്റെ ആ ചെറിയ അറിവുകൾ വെച്ചിട്ടുള്ള എഡിറ്റിങ്ങുകളാണ് ഞാൻ ചെയ്ത. വീഡിയോ മുഴുവൻ അങ്ങനെയാണ്. ഇതുവരെ എൻ്റെ വീഡിയോയ്ക്ക് ചില വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടാവും, ചിലതിന് വ്യൂസ് ഉണ്ടാവില്ല. പക്ഷേ ആ എടുത്തവർ തന്നെ എന്നെ വിളിച്ചിട്ട്, ചേച്ചി ഈ ഒരു പ്രായത്തിലും ചേച്ചി വന്ന് ഈ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരിതാന്ന് പറഞ്ഞ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നെ നിരുത്സാഹപ്പെടുത്തിയ ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു 3 ആഴ്ച മുന്നേ പോയി ഞാനൊരു വീഡിയോ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, അവരൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്കുണ്ടായ അനുഭവം അത് ഞാൻ പറയുന്നതിന് മാത്രം. ചെയ്തു. അത് കഴിഞ്ഞേച്ചും പിന്നെ അവർ പറഞ്ഞു, ഇത് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കൊന്ന് ഇട്ട് തരണം എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ എന്നോട് അങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആ വ്യക്തി ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ ഈ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, ഇത് ഇടാൻ പറ്റത്തില്ല, തലയില്ല, പിന്നെ തലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു വയലിൻ വായിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ഗിറ്റാർ വായിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ചെണ്ട കൊട്ടുന്ന ആൾ, അവർ ആ ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത് മാത്രമായിട്ടുള്ള ഒരു ക്ലോസപ്പ് കാണിക്കുമ്പോൾ അവരുടെ തല കാണിക്കുമോ? നമ്മൾ ആ ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ ഇങ്ങനെ കൊട്ടുന്ന ഇതാണെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മൾ അതല്ലേ കാണിക്കുള്ളൂ. അവിടെ നമ്മുടെ തല വരുമോ? പിന്നെ ഒരു പാട്ട് ഫുള്ള് നമുക്ക് ഇത് നമ്മുടെ ഈ വീഡിയോ ഒക്കെ അറിയാലോ, സ്വതവേ ലോങ് വീഡിയോ കാണാൻ ആളില്ല. അപ്പോൾ പിന്നെ അതൊരു 20 മിനിറ്റ് പിന്നെ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഇതിൽ ഒറ്റ പാട്ട് തന്നെ ഒരു ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാനിതെല്ലാം പനിച്ച് ഇരുള് വെളിവില്ലാതെ നല്ല പനിയിൽ, അതായത് ഡോക്ടറുടെ അടുത്ത് പോയി മരുന്നൊക്കെ വാങ്ങി വന്നിട്ട് എത്രയും വേഗം ആ വീഡിയോ കയറ്റണം. അതായത് ആ വീഡിയോ വരേണ്ടതായ, അതായത് ആ വീഡിയോ വരേണ്ട ഒരു കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അത് ഇതായിട്ട് ഇവർക്ക് ഈ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കുന്നുണ്ട്. അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നല്ല വീഡിയോ ആയിക്കോട്ടെ, ചള്ള് വീഡിയോ ആയിക്കോട്ടെ, വരുന്നുണ്ട്. അപ്പം അത് ഒരു ഇതെങ്കിലും ഈ ഒരു സമയത്ത് കിട്ടണേ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ആ പനിയിൽ കുത്തിപ്പിടിച്ചിരുന്നതെല്ലാം എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ അതിട്ട് കൊടുത്തത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാനത് സൂക്ഷിച്ച് ഞാൻ ആ വീഡിയോ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ആരുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ചാനലിൽ ഞാൻ അത് ഇടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗ്രാമം നെല്ലിക്കര, അവരെപ്പറ്റി എല്ലാവർക്കും അറിയാം. ഇപ്പം എന്താ പറയുക, ലോകം ഒട്ടുക്കും അവർക്ക് പ്രോഗ്രാമാണ്. അവരിങ്ങനെ ഒരു കുഞ്ഞ് ഇതായിട്ട് അവർ തുടങ്ങിയതാണ്. ഇതേപോലെയുള്ള ഞങ്ങളെപ്പോലെയുള്ള കുഞ്ഞു ആൾക്കാർ ചെന്നിട്ട് അവരുടെ പരിപാടികളെടുത്ത് പിന്നെ ഇതേപോലെ നമ്മുടെ ചാനലിലിട്ട് അങ്ങനെ ഒരാൾ കണ്ട് 2 ആൾ കണ്ട് ഇപ്പം ചെന്നൈ, അതേപോലെ എന്താ പറയുക, അവർക്ക് പുറത്തേക്കൊക്കെ അവർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഓരോ ദിവസം അവർ ഉയരങ്ങളിലെത്തുകയാണ്. അപ്പം നമ്മൾ ആരെ ഇതാക്കാൻ പറ്റില്ല. ഞാൻ ആ പോയ ദിവസം ഒരു ഞായറാഴ്ച ദിവസം എൻ്റെ അയൽക്കൂട്ടത്തിന് ഞാൻ 25 രൂപ ഫൈന് കൊടുത്തിട്ടാണ് പോകുന്നത്. അതിന് അത് നമ്മുടെ സംഘത്തിൽ ആവശ്യമില്ലാതെ
ലീവുകൾ എടുത്താൽ, അതായത് ഈ ഷൂട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതെൻ്റെ മാത്രം ആവശ്യമാണ്. അതിലെൻ്റെ സംഘമോ സംഘാംഗങ്ങളോ ആരും ഉത്തരവാദികളല്ല. അപ്പോൾ ഞാൻ അവിടേക്ക് 25 രൂപ ഫൈൻ കൊടുത്തേ മതിയാവുള്ളൂ. ആ 25 രൂപ ഫൈൻ കൊടുത്തിട്ടാണ് ഞാൻ പോയിട്ട് ഈ പരിപാടി ഷൂട്ട് ചെയ്തത്. അത് നമ്മുടെ ചാനലിൽ ഇടണോ വേണ്ടയോ എന്നുള്ളത് ആ എടുത്ത വ്യക്തികളുടെയും കൂടെ താല്പര്യമാണ്. പക്ഷേ എന്നോട് ഇന്ന് വരെ ഒരാൾക്കാരും ഞാനെടുത്ത വീഡിയോ നിങ്ങൾ ഇതാക്കാൻ പറ്റില്ല, അതിനെപ്പറ്റി ഒരു വിമർശനം എനിക്ക് വന്നിട്ടില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ത്രീ, ഇതിനെപ്പറ്റി വലിയൊരു എന്താ പറയുക അവജ്ഞാനം ഇല്ലാത്ത ഒരാൾ. പിന്നെ എഡിറ്റിങ്ങിൽ ഒരുപാട് ഈ ഒരു ആണുങ്ങളൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു കമ്പ്യൂട്ടർ കാര്യങ്ങളൊന്നും വെച്ചിട്ടുള്ള എഡിറ്റിംഗ് അല്ല എനിക്ക്. എൻ്റെ ഈ കുഞ്ഞു ഫോണിൽ, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഈ കുഞ്ഞു ഫോണിൽ ഇതിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് കൊണ്ടിട്ട് ഇൻഷോട്ടിൽ മാത്രം ഞാൻ ചെയ്യുന്ന എഡിറ്റിങ്ങാണ്. അപ്പം അതിൻ്റേതായ എന്തെങ്കിലും ന്യൂനതകളുണ്ടാകും. പക്ഷേ ഞാൻ കണ്ടു നോക്കുമ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒത്തിരി ന്യൂനതയുണ്ട് കേട്ടോ. പക്ഷേ അവരൊക്കെയായിരുന്നു പറയേണ്ടത്. ഇത് തീരെ ഒരു ഇതില്ലാതെ ഒരു വളർന്നു വരാൻ വേണ്ടിയിട്ട് കയ്യും കാലും ഇട്ട് അടിക്കുന്ന ആ ഒരു ഇത് അവർ എവിടെയെങ്കിലും എത്തിപ്പിടിച്ച് പോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര എനിക്ക് മാനസികമായിട്ടൊരു ഇതായി. പക്ഷേ എന്നെ കുറേ പേര് ഈ ഫീൽഡിലുള്ളവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവർക്കൊക്കെ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചേച്ചി ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ചേച്ചി ഇതാവാൻ നിൽക്കരുത്, ഞങ്ങൾക്കൊക്കെ ഒത്തിരി അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ആൺകുട്ടികളാണ്, നിങ്ങൾക്കൊരു 2 വീലറേലും ഉണ്ട് സഞ്ചരിച്ച് ചെന്നിട്ട്. ഇത് ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ നടന്ന് ബസ്സിന് പോയി ടൈം ഇതാക്കി അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ജസ്റ്റ് അതൊന്ന് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഇത് കാണിക്കാമായിരുന്നു. അത് അപ്ലോഡ് ചെയ്താൽ അവർക്കൊന്നും പറ്റാനില്ല. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങിൻ്റെ അങ്ങേ അറ്റത്ത് എല്ലാ ഇതും കണ്ടും ഇതായി ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് മാത്രം നമ്മുടെ ഒരു പ്രോഗ്രാമുകളൊന്നും വിജയിക്കണം എന്നില്ല. ഇതുപോലെയുള്ള ഈ കുഞ്ഞ് ഇതൊക്കെ കാണുന്നവർ കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആൾക്കാരുണ്ട്, അത് അവിടെ വിളിച്ചാൽ ഇന്നതാണ് അവർക്കൊരിത് കിട്ടട്ടെ എന്നൊക്കെ വെക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അവർക്ക് അറിയാം, ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാം. അതല്ല ചിലർ ചോദിക്കും എന്താ അപ്പം ഇവളെന്തിനാ ഇതിവിടെ വന്നിരുന്നു. നമ്മുടെ ചാനലിൽ നമുക്ക് പറ്റിയൊരു നമ്മൾ പറയണമല്ലോ. ഇതുപോലെ തന്നെ എന്നെപ്പോലെ പറ്റിയ ഒരുപാട് പേരുണ്ടാവും. അവർ ഈ ആൺകുട്ടി അവർ പറയുന്നത് ശരിയാണ്. ചേച്ചി ഒരു എന്താ പറയുക ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ഇത് പോയി ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക്കുകൾ, വീട്ടിലെ കാര്യം എല്ലാം ഒരുപാട് റിസ്ക്കുകൾ എടുത്തിട്ടായിരിക്കും ചേച്ചി പോയി ചെയ്യുന്നത്. പക്ഷേ അവർക്കതൊന്നും മനസ്സിലായില്ലെങ്കിൽ എന്ത് പറയാനാണ് ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ഇതിൽ ആ ഒരു ട്രൂപ്പിനെ പറ്റിയോ അവരുടെ ഇതിനെപ്പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ഇൻസ്ട്രുമെൻറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ക്ലോസപ്പ് ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ കൈയും ആ ഇൻസ്ട്രുമെൻറ്റ് മാത്രമേ കാട്ടുള്ളൂ. അവിടെ നമുക്ക് തല കാട്ടാൻ ഒരു ഓപ്ഷനുമില്ല. അതേപോലെ ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ പാട്ട് നമ്മൾ ഒന്നിലും എടുക്കില്ല. ഒരു 4 ലൈന് അതല്ലെങ്കിൽ 2 ലൈന് അങ്ങനെ മുറിച്ച് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. നമ്മൾ സിനിമയല്ലല്ലോ ഷൂട്ട് ചെയ്യുന്നത്, ചെറിയൊരു യൂട്യൂബിൽ ഏകദേശം ഒരു 10 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരിത് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള അവർക്കും അറിയാം, നമുക്കും അറിയാം, ഇത് കണ്ടിരിക്കുന്ന നിങ്ങൾക്കും അറിയാം. ഈ വീഡിയോ ഇതുവരെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. എനിക്കിതിവിടെ നിന്ന് പറയണമെന്ന് തോന്നി. ഇതുവരെ ഈ ദിവസം ഇന്ന് വരെ ഞാൻ ഒരു ലോങ് വീഡിയോൻ്റെ ഇതും ചെയ്ത് വെച്ചതും ഒക്കെ കിടപ്പുണ്ട്. ഇടാതിരുന്ന ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ആകെ ഡെസ്പായിപ്പോയി. എനിക്കാകെ മാനസികമായിട്ട് ബുദ്ധിമുട്ടായിപ്പോയി ആ ഒരു കാരണം കൊണ്ട്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഉള്ള ടൈം എടുത്തിട്ട് എല്ലാവരും ഒന്ന് കാണണേ. ഓക്കെ, ബൈ, താങ്ക് യു.